ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന്, ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളുടെ ജീവിതത്തെ വചനത്തിനൊപ്പം ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും ആളുകൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ഒരു സന്തോഷവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ സ്വന്തം മനസ്സോടെ വന്നവരാണ്. ഒരു കാര്യത്തിന് വേണ്ടിയല്ല, 100 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് 1-2 നല്ല അനുഭവങ്ങളുണ്ട്. അത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതെൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഒരു അമ്മ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇവൻ നല്ല വസ്ത്രം ധരിക്കുന്നില്ല, ഇവൻ വസ്ത്രം തേച്ച് ഇടുന്നില്ല, തലമുടി ചീകുന്നില്ല. ഇതൊക്കെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? തലമുടി ചീകുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്: ഞാൻ എന്തിനാണ് തലമുടി ചീകുന്നത്? എന്നെ ആരും നോക്കത്തില്ല, എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ ജീവിതമൊക്കെ പോയതാ, പിന്നെ ഞാൻ എന്തിനാണ് തലമുടി ചീകുന്നത്? ചെറിയ കാര്യത്തിൽ പോലും ഒത്തിരി നിരാശയുള്ളവർ തലമുടി ചീകാതെ നടക്കുന്നു, ഭ്രാന്തനെ പോലെ നടക്കുക, അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുക. ഞാൻ എന്തിനാണ് തേക്കുന്നത്? ഇപ്പം ഞാൻ തേച്ചിട്ട് ആര് നോക്കാൻ? എന്നെ ആര് നോക്കാനാണ്? എൻ്റെ ഭാവിയൊക്കെ തീർന്നതാണ്. ചെറിയ പ്രായമേ ഉള്ളെങ്കിലും നിരാശയുടെ കൂട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്കാണ്: വീട്ടിൽ വന്നാൽ ചുമ്മാ വന്ന് ആ കട്ടിലേക്ക് കിടക്കും, ചിലപ്പോൾ നോക്കും, അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണം എന്നാരെങ്കിലും അവനെ വിളിച്ചാൽ പുള്ളി പറയും: ഞാൻ എവിടെയും വരുന്നില്ല, എവിടെയും യാത്ര പോകില്ല, തലമുടി ചെയ്യില്ല. എന്തിനു പറയണം? ആ ആൾ കുളിക്കത്ത് പോലുമില്ല. അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്: ഞാൻ എന്തിനാണ് കുളിക്കുന്നത്? ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറയുവാണ്: ഇവൻ അടുത്ത് വരുമ്പോൾ ദുർഗന്ധമുണ്ട്, അലക്കാത്ത വസ്ത്രം എടുത്തിടും. എടാ, അലക്കിയത് അലമാരിയിലുണ്ട്, അത് വേണ്ട, അലക്കാത്തതിടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇത് നിരാശയുടെ ഏറ്റവും ടോപ്പാണ്. ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഓർക്കാൻ പറ്റും എന്നറിയാമോ? ചില ജീവിതങ്ങളെ പിശാച് പുറകോട്ട് വലിച്ച് കൊണ്ടുപോയി താഴ്ത്താൻ പറ്റുന്നിടത്തോളം താഴ്ത്തും. അവനെ തകർക്കാൻ നോക്കുന്നതുകൊണ്ടാണ് ഈ ചിന്തകൾ അവനിലുള്ളത്. ഞാനെന്തിനാണ് കുളിക്കുന്നത്? ഞാനെന്തിനാണ് അലക്കുന്നത്? ഞാനെന്തിനാണ് തലമുടി ചെയ്യുന്നത്? ഞാനെന്തിനാണ് നല്ല വസ്ത്രം ധരിക്കുന്നത്? ഞാൻ എന്തിന് തലമുടി ചെയ്യണം? ഇതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ ആ വ്യക്തിക്ക്, ആ അമ്മയോട് പറഞ്ഞു: നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന ഒരു കാര്യം ദൈവവിചാരത്തോടെ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു തിരി കത്തിച്ചു വച്ച് നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത് ഈ മനസ്സുകൊണ്ട് കാണണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇങ്ങനെയല്ല, മനസ്സിൽ കാണുവാണ്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതാ, കട്ടിലെ കിടപ്പുണ്ട്, ഫോണും നോക്കി. ഭക്ഷണം പോലും ചിലപ്പോൾ വേണ്ട, ഒന്നിനോടും ഒരു ആഗ്രഹമില്ല. അങ്ങനെ ചുമ്മാ ഒരാൾ കിടക്കുന്നത് കാണുന്നത് തന്നെ ദുഃഖമാണ്. അവൻ നന്നായി വരുന്നത് മനസ്സിൽ കാണാൻ പറ്റുമല്ലോ, അതിന് പൈസ മുടക്കില്ലല്ലോ. അങ്ങനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിയോഗം എഴുതി അമ്മ വച്ചു തൻ്റെ മകന് വേണ്ടി. മകൻ പ്രാർത്ഥിക്കത്തില്ല, മകൻ വിശ്വാസിയല്ല, ഇത് പറയുന്നത് പോലും ഇഷ്ടമല്ല.
പക്ഷെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എഴുതിയിരിക്കുന്ന എനിക്ക് ഉത്തരം തന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. ആമേൻ. അവന് ചില നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൻ ഒരിക്കൽ അമ്മയോട് ചോദിച്ചു, അമ്മ, നമ്മുടെ കുടുംബത്തിലെ ഇന്നയാൾ ഇന്ന രാജ്യത്തല്ലേ, എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒരാഗ്രഹം വരുക. എന്തിനാ തലമുടി ചെയ്യുന്നത്, എന്തിനാ കുളിക്കുന്നത്, എന്തിനാ എഴുന്നേൽക്കുന്നത്? ഞാൻ തലമുടി ചെയ്യാലും ചെയ്യുകയില്ലേലും എൻ്റെ ഭാവി പോയതാ. ഇനി എനിക്ക് എവിടെയും പോകേണ്ട ആഗ്രഹമില്ല. എൻ്റെ ഭാവിയൊക്കെ പോയി, എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞവൻ്റെ അകത്ത് ഒരു ചെറിയൊരു ആഗ്രഹം മുളച്ചു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, അതായത് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ചാടി എഴുന്നേറ്റ് മുന്നോട്ടൊന്ന് കുതിക്കണമെന്ന് ഒരു ഒറ്റയാനെ പോലെ അല്ലെ കൊടുങ്കാറ്റ് പോലെ ജീവിക്കണമെന്നൊരാഗ്രഹത്തിൽ അവൻ എഴുന്നേക്കാൻ തുടങ്ങിയത് ശരിക്കും ദൈവത്തെ വിളിച്ച് ഇപ്പുറത്തൊരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്ക് കേവലം ഒരു ഭംഗി വാക്കല്ല. ദൈവവചനം കേൾക്കുമ്പോൾ നല്ല ആഗ്രഹങ്ങൾ മനസ്സിനകത്ത് മുളയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ പോയാലോ, അതൊന്ന് ട്രൈ ചെയ്താലോ, ഈ ബിസിനസ് ചെയ്താലോ, ചിലത് മുളച്ചു വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം തന്ന കഴിവ് നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. പലരും കണ്ടുപിടിച്ചിട്ടില്ല. ദൈവം തന്ന കഴിവ് നല്ല പ്രായത്തിൽ കണ്ടുപിടിച്ചവരൊക്കെ വിജയത്തിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അതാണ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് കിട്ടാറുണ്ട്: കൂട്ടുകൂടി ഭാഗ്യം കളയരുത്. ഇപ്പോൾ കൂട്ടുകെട്ടൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ദൈവത്തേക്കാൾ വലിയ സ്ഥാനമൊക്കെ നമുക്ക് തോന്നും കൂട്ടുകാരിയോട്. പക്ഷെ ആ കൂട്ടുകൂടി പോകുമ്പോൾ കൂട്ട് വേണ്ടെന്നല്ല, എല്ലാം ആവശ്യത്തിന് വേണം. അമിതമായ ബന്ധം ചിലപ്പോൾ അവൻ്റെ ഭാഗ്യത്തെ കെടുത്തിക്കളയും. അത് മൂടിപ്പോകും. നല്ല പ്രായത്തൊന്നും അത് തിരിച്ചറിയില്ല. 55-60 വയസ്സാകുമ്പോൾ ചിന്തിക്കും, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എൻ്റെ ജീവിതമൊക്കെ വെറുതെ പോയി, ഞാനൊക്കെ എവിടെ എത്തേണ്ട ആളായിരുന്നു. അയ്യോ, എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ദൈവം നിനക്ക് തന്ന കഴിവ് ചിന്തിക്കാത്തത് കൊണ്ട് എവിടെയോ മൂടിപ്പോയിട്ടുണ്ട്. അതാ ഇന്ന് ഭയങ്കര വിഷമമായിട്ട് വന്നേ. ദൈവം ഇവിടെ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ, അത് തെളിഞ്ഞു കിട്ടാൻ ഇടവരും. ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, ആരാധിക്കുകയില്ല ഇരിക്കട്ടെ, അവന് കൂട്ടുകെട്ടാണ് വലുത്, മദ്യമാണ് വലുത്, മയക്കുമരുന്നാണ്, ലഹരിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ മണ്ണിട്ടുകൊണ്ട് മൂടുന്ന പോലെ അവൻ്റെ കഴിവ് അവൻ പോലും അറിയാതെ അവൻ്റെ മേലെ മണ്ണ് വന്ന് അത് മൂടിപ്പോകും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാം: നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലൊരു സ്ഥാനത്തെത്താനിടയാകണം. ആമേൻ. വിശ്വസിക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അവർക്കത് തെളിഞ്ഞു കിട്ടണം. എന്നാ ചെയ്യേണ്ടതെന്ന് അത് തെളിഞ്ഞു കിട്ടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ഒരു സ്ഥാനത്ത് നാളെ എത്തും. ദൈവം അവിടെ എത്തിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഒക്കെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ പരിപാലന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ. ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ആ വ്യക്തിയോട് അടുക്കണ്ട, അയാൾ കൊള്ളില്ല. അല്ല, എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അയാൾ ശരിയല്ല, ഇച്ചിരി ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പറഞ്ഞതിന് വലിയ ഉപകാരം, നേരത്തെ അറിയാൻ പറ്റിയത് നന്നായി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം, അന്ന് ഒരു സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ കസേരയ്ക്കൊരു എഴുതാൻ പറ്റുന്ന ഒരു വട്ടത്തിലുള്ളൊരു പ്രതലമുണ്ട്. അത് വളരെ വിരളമായിട്ടുള്ളൊരു കസേരയാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെയറാണ്. അപ്പോൾ ഞാൻ അതിലിരുന്നാണ് ഈ ക്ലാസ്സുകൾ ഒരുങ്ങുന്നത്. ഞാൻ അവിടെ ഈ ബൈബിൾ തുറന്ന് ഈ ഡയറിയും തുറന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നുവാണ്. ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് നീ എന്തിനാണ് ആ വ്യക്തിയെ മാറ്റി നിർത്തിയത്? അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ അസ്വസ്ഥമാവുകയാണ്. ആ വ്യക്തിയെ നീ എന്തിനാണ് മാറ്റി നിർത്തിയത്?
ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടേണ്ട ആളാണ് നീ. നീയും കൂടെ ആ വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ആ വ്യക്തി എങ്ങനെ ദൈവത്തിലേക്ക് തിരിച്ചു വരും? ഹല്ലേലൂയ. ഞാൻ അന്ന് ചിന്തിക്കുവാണ്, മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് ഞാൻ ഒരാളെ മാറ്റി നിർത്തില്ല. അയാൾ വെറും മോശമായ ആൾ, അയാൾ പോയി മിണ്ടണ്ട, നിങ്ങളുടെ അഭിഷേകവും അനുഗ്രഹവും ഒക്കെ പോകും, ആ വാക്ക് കേട്ട് ഞാൻ അയാളോട് മിണ്ടാതിരിക്കില്ല. കാരണം ദൈവത്തിന് വേണ്ടി ചിലരെ നേടാനാണ് ദൈവം എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറയും അയാൾ കൊള്ളില്ല, ഇപ്പുറത്തെ ആൾ പറയും അടുപ്പിച്ചേക്കരുത്, വേറൊരാൾ പറയും മിണ്ടിയേക്കരുത്, മൊത്തം പ്രശ്നമുള്ള ആളാ, എല്ലാ ഭാഗത്തും നിങ്ങളെ പൂട്ടിക്കളയും. ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടേണ്ട ആൾ ഒരു പക്ഷെ ഞാനായിരിക്കും. അത് എൻ്റെ ജീവിതത്തിലൂടെ ആയിരിക്കാം നടക്കുക. ഞാൻ ദൈവത്തിൻ്റെ അന്നേരം ഞാൻ ചിന്തിക്കുവാണ്, മനുഷ്യൻ മാറ്റി നിർത്തിയവനെ പോലും ദൈവം എത്ര കാര്യമായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ മാറ്റി നിർത്തി, ചിലരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി. ദൈവം ആരെയും ഒരു സ്ഥലത്തും ഒരു സമയത്തും മാറ്റി നിർത്തുകയില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നിവിടെ കുറെ പേര് പ്രാർത്ഥിക്കാനായി വന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ട്. ഈ വചനം കേൾക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയം തന്നെയാണ്. അത് നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടാൻ തുടങ്ങും. ഞാൻ ഇന്ന് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ്. ആ വചനം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിങ്ങൾ കേട്ടൊരു വചനമായിട്ട് തോന്നും. പക്ഷെ അത് കുറഞ്ഞ നേരമേ അത് ഞാൻ സംസാരിച്ചുള്ളൂ. പക്ഷേ എനിക്കത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. ആ വചനത്തിനകത്ത് എനിക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലാസർ ആരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നാ പറയൽ? യേശുവിനോട് പറയാണ്, കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്നവൻ, അങ്ങ് സ്നേഹിക്കുന്ന ഒരുത്തൻ അവിടെ രോഗിയായിട്ടുണ്ട്. അപ്പൊ ലാസർ ആരാന്ന് ഞാൻ പറയാം, ദൈവത്തോട് ബന്ധമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ളവൻ. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ക്യാമറയുടെ സഹായത്തോടെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊരു വചനം കേൾക്കാൻ ദൈവത്തോട് ബന്ധമുള്ളവരായതുകൊണ്ടാണ്. ആമേൻ. നിങ്ങൾക്കൊരു ദൈവത്തോട് ബന്ധമുള്ള ഒരാൾക്കൊരാവശ്യം വന്നാൽ ദൈവം നേരിട്ടെത്തി അവനെ സഹായിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത് മാത്രമായെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ആവശ്യ നേരത്ത് ദൈവം അപ്പുറത്തെ പറമ്പിലിരുന്നല്ല എന്നെ സഹായിക്കുന്നത്, ദൈവം നേരിട്ടെത്തി എന്നെ സഹായിച്ചിരിക്കും. ആമേൻ, വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ കൂട്ടിലുള്ളവരുണ്ട്. അതിൻ്റെ കൂട്ടിൽ, പ്രതിസന്ധിയുടെ കൂട്ടിൽ ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം ദൂതനെ അയച്ചല്ല, നേരിട്ടെത്തി സഹായിക്കും. എന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായി അവനെ പുറത്തു കൊണ്ടുവരും. എന്തു വിഷയവും നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയമാകട്ടെ, ലാസർ ആരായിരുന്നു? ദൈവത്തോട് ബന്ധമുള്ളവൻ. അടുത്ത വാക്യം ഏതാണ്? 11-ാം അധ്യായം 11-ാമത്തെ വാക്യം, അതും കൂടെ ഒന്ന് വായിക്കാം. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവിടെ വാക്ക് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ സ്നേഹിതൻ. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ഒരു പരാതിയുണ്ട്. രോഗമായിരുന്നപ്പോൾ എന്താ വരാഞ്ഞത്? മരിച്ചു എന്നറിഞ്ഞിട്ട് എന്താ ആ വീട്ടിൽ വരാഞ്ഞത്? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4-ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസമാകുമ്പോൾ ഈ ശരീരം മുഴുവൻ പുഴുക്കളുടെ ഒരു കൂടായി മാറും. ശരീരം വീർത്ത് പൊട്ടും, നിറവും ആ കളറും ആ എല്ലാം നഷ്ടപ്പെടും. നിറയെ വെള്ളവും പുഴുവും വെള്ളവും ചലവുമായി നിറയും. 4 ദിവസം കഴിയുമ്പോൾ മോർച്ചറി വെക്കാത്ത, ഫ്രീസറിൽ വെക്കാത്തൊരു ബോഡി പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും. ലാസർ മരിച്ചിട്ട് നേരത്തോട് നേരവും കഴിഞ്ഞു,
4 ദിവസമായി. 4-ാമത്തെ ദിവസം ഇനി ഒരു കാര്യമുണ്ട്. ദൈവത്തോട് ബന്ധമുള്ളവൻ എവിടെയും ചീഞ്ഞു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ആമേൻ. തെളിയിച്ചതാണ് 11-ാമത്തെ അധ്യായം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ളവൻ പുഴു പിടിച്ച് തീരൂല, അവൻ അഴുകി തീരൂല.